ഹായ് ഗായ്സ്. അപ്പൊ ഇംപ്രൂവ്മെന്റ് എക്സാമിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. ഏതാണ്ട് ഒക്ടോബർ സെക്കൻഡ് വീക്ക് ഒക്കെ ആകുമ്പോഴത്തേക്ക് ഇംപ്രൂവ്മെന്റ് എക്സാം സ്റ്റാർട്ട് ആവും. അപ്പൊ ഇനിയിപ്പോ എത്ര ടൈം ഉണ്ടെന്ന് വെച്ചാൽ ഒരു 1.25 മാസം ഉണ്ടാവുമായിരിക്കും അല്ലെ. സെപ്റ്റംബർ കംപ്ലീറ്റ്ലി ഉണ്ട്, ഒക്ടോബറിൽ ഒരു പകുതിയും, പിന്നെ ഈ ഓഗസ്റ്റിലെ കുറച്ച് ടൈമും കൂടി ഉണ്ട്. പക്ഷെ എന്താ സംഭവിക്കാൻ വേണ്ടി പോകുന്നത് ഞാൻ പറഞ്ഞുതരാം. ഓണത്തിന്റെ ഒരു ടൈമാണ്. ഓണം സെലിബ്രേഷൻ, പായസം, സദ്യ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ദിവസം അങ്ങനെ ഓണം സെലിബ്രേഷൻ അങ്ങനെയൊക്കെ പോവും. പിന്നെ തിയേറ്ററുകളൊക്കെ ഇപ്പൊ നിറഞ്ഞു ഓടിക്കൊണ്ടിരിക്കുകയാണല്ലോ. തുടക്കവും DC-യും ബത്ലഹേം യൂണിറ്റും ഒക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെയും കുറച്ച് പോവും, കുറെ വിരുന്ന് പോക്കുണ്ടാവും, കുറെ വെറുതെ പോക്കുണ്ടാവും. അങ്ങനെയൊക്കെ ആയിട്ട് ആ ഓണത്തിന്റെ ടൈം അങ്ങനെ തന്നെ പോവും. സെലിബ്രേഷൻസ് ഇമ്പോർട്ടന്റ് ആണ്, സെലിബ്രേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അങ്ങനെ അങ്ങനെ അങ്ങ് പോകും. അത് കഴിഞ്ഞ് സ്കൂൾ തുറക്കുമ്പോൾ ഇങ്ങനെ ഒരു 10 ദിവസം പോകും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്കൂൾ തുറന്നിട്ടുള്ള ഫസ്റ്റ് വീക്ക് എന്ന് പറയുന്നത് പേപ്പർ കിട്ടുന്ന പരിപാടിയാണ്. അപ്പോൾ പേപ്പർ കിട്ടുന്നു, പേപ്പറിൽ മാർക്ക് കുറയുന്നു, നിങ്ങൾ ഡെസ്പ് ആവുന്നു, ഡൗൺ ആവുന്നു, ഡിപ്രഷൻ ആവുന്നു. അത് കഴിഞ്ഞിട്ട് പാരന്റ്സിന്റെ മുന്നിൽ ഒരു ഡ്രാമ കളി, പിന്നെ ഒരു മീറ്റിംഗ്, അങ്ങനെയൊക്കെ ആയിട്ട് ആ ഒരു വീക്കിന്റെ ആ സംഭവം അങ്ങനെയും പോകാൻ സാധ്യതയുണ്ട് ഫസ്റ്റത്തെ വീക്ക്. അത് കഴിയുമ്പോഴത്തേക്ക് എന്താവും വെച്ചാൽ എല്ലാ സബ്ജക്റ്റിലും ഏതാണ്ട് നല്ല ചാപ്റ്റേഴ്സ് ഒക്കെ ഓണം കഴിഞ്ഞ് അപ്പം തന്നെ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ മാത്സിലൊക്കെ ആണെങ്കിൽ ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ട്. അപ്പോൾ ആ ചാപ്റ്റർ ആണ് ഫസ്റ്റ് പാർട്ട് ടെക്സ്റ്റ് ബുക്കിലെ. അത് മാത്സിൽ 2 ടെക്സ്റ്റ് ബുക്ക് ഉണ്ട് ഈ കൊല്ലം, ഫസ്റ്റ് പാർട്ട്, സെക്കൻഡ് പാർട്ട്. ഫസ്റ്റ് പാർട്ടിലെ 5 ചാപ്റ്റേഴ്സ് ആണ് ഇപ്പോൾ കഴിഞ്ഞത്. 6ാമത്തെ ചാപ്റ്റർ ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ് കുറച്ച് കിളി പോകുന്ന ചാപ്റ്റർ ആണ്. അത് ലാസ്റ്റ് ഭാഗത്തുമ്പോൾ നിങ്ങൾ തന്നെ പറയും, അയ്യോ ഇതൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്നുള്ളൊരു സിറ്റുവേഷനിലേക്ക് വരും. അപ്പോൾ കുറച്ച് ഡിഫറൻസിയേഷൻ അപ്ലൈ ചെയ്യുന്ന ഒരു അപ്ലൈഡ് ലെവലിലുള്ള നോളജ് വേണ്ട ഒരു സാധനമാണ്. അപ്പോൾ അതൊക്കെ എത്തുമ്പോഴത്തേക്ക് ഇംപ്രൂവ്മെന്റ് എക്സാം എന്നുള്ള ആ ഒരു സാധനം അങ്ങോട്ട് ഫെയ്ഡ് ആയിപ്പോകും. ഇംപ്രൂവ്മെന്റ് എക്സാം എഴുതണം എന്നുള്ളതൊക്കെ. കാരണം നല്ല ഡിഫിക്കൽട്ട് ചാപ്റ്റേഴ്സ് വരും, എല്ലാ സബ്ജക്റ്റിലും അതേപോലെ തന്നെ വരും. അപ്പോൾ അതൊക്കെ ആകുമ്പോൾ അങ്ങനെ അങ്ങോട്ട് ഫെയ്ഡ് ആയിപ്പോകും. സോ ഇംപ്രൂവ്മെന്റ് എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ എഴുതാൻ വേണ്ടി നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ല ക്വാളിറ്റി ടൈം അതിൽ കിട്ടുക ഒന്ന് ഓണം വെക്കേഷനാണ്. ഈ ഒരു വെക്കേഷനാണ്. ഈ വെക്കേഷൻ എനിക്കറിയാം അത് സെലിബ്രേഷൻ ടൈം ആണ് എന്നുള്ളത്. ബട്ട് കുറച്ച് ദിവസമെങ്കിലും നിങ്ങൾ അതിന് വേണ്ടിയിട്ട് 2-3 ദിവസങ്ങൾ നിങ്ങൾ അതിന് വേണ്ടി മാറ്റി വെക്കേണ്ടി വരും. കാരണം പിന്നെ നിങ്ങൾക്ക് അതിനൊരു ടൈം കിട്ടിയിട്ടില്ല എന്ന് വരും. പിന്നെ ഈ സ്കൂള് തുറന്നിട്ടുള്ള ഫസ്റ്റ് വീക്കില്ലേ, അതും നിങ്ങൾക്ക് കുറേയൊക്കെ ഫ്രീ ആയിരിക്കും. ആ ടൈമും നിങ്ങൾ ഇംപ്രൂവ്മെന്റ് എക്സാമിന് നല്ലൊരു ക്വാളിറ്റി ടൈമും മാറ്റി വെക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇപ്പം കിട്ടുന്ന അത്രയും ടൈം പിന്നെ കിട്ടിയെന്ന് വരില്ല. കാരണം സ്കൂളിൽ ചാപ്റ്റേഴ്സ് എടുക്കാൻ വേണ്ടി തുടങ്ങിയതിന് ശേഷം എടുക്കി കഴിഞ്ഞാണെങ്കിൽ പിന്നെ അത് ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു ടൈം നിങ്ങൾ വളരെ ക്വാളിറ്റി ടൈം ഇംപ്രൂവ്മെന്റ് എക്സാമിന് വേണ്ടിയിട്ട് സെലിബ്രേഷൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഇംപ്രൂവ്മെന്റ് എക്സാം നിങ്ങൾ എഴുതുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടി കുറച്ച് മാറ്റി വെക്കുക. അതൊക്കെ കഴിഞ്ഞ് നിങ്ങൾ പഠിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരും. എങ്ങനെയാണ് പഠിക്കേണ്ടത്, എവിടുന്ന് തുടങ്ങണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ എന്തായാലും വരും. അപ്പോൾ ഒരു ചാപ്റ്ററിനെ നിങ്ങൾ +1 ഇരിക്കുമ്പോൾ എങ്ങനെയാണോ ആ ചാപ്റ്ററിനെ സമീപിച്ചത് അതേപോലെ ആയിരിക്കണം എന്നില്ല ഇംപ്രൂവ്മെന്റ് എക്സാമിന്. മീൻസ് ആദ്യമായിട്ട് നിങ്ങൾ അതിനെ സമീപിക്കുമ്പോഴല്ല ഇംപ്രൂവ്മെന്റ് എക്സാമിന് സമീപിക്കുമ്പോൾ. അതായത് ഇപ്പൊ നിങ്ങൾ മാത്സിൽ ആദ്യത്തെ ചാപ്റ്റർ സെറ്റ്സ് പഠിക്കുന്നു, പിന്നെ റിലേഷൻ പഠിക്കുന്നു. മീൻസ് അത് ആ രീതിയിൽ തന്നെ പോകണമെന്നില്ല എന്നുള്ളതല്ല, ആ രീതിയിലല്ല പോകേണ്ടത്. ഏത് ചാപ്റ്ററിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഒരു കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണത്. ഓൾറെഡി നിങ്ങൾ +1 എഴുതിയ എക്സാം തന്നെയാണല്ലോ വീണ്ടും എഴുതുന്നത്. അപ്പോൾ ഇതിൽ +2നായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള കുറേ ചാപ്റ്റേഴ്സ് ഉണ്ടാവും. അപ്പോൾ എല്ലാ സബ്ജക്റ്റിലും ഉണ്ടാവും. അതേപോലെ ആ ചാപ്റ്ററിൽ പിന്നെയും നോളജ് നിങ്ങൾക്ക് കയറിയിട്ടുണ്ടാവും. ഉദാഹരണത്തിന് ഇപ്പോൾ ട്രിഗ്നോമെട്രി കുറച്ചും കൂടി +1 ഉള്ളതിനെക്കാളും കൂടുതൽ ട്രിഗ്നോമെട്രി ചിലപ്പോൾ നിങ്ങൾക്ക് +2 അറിയാൻ മതിയാവും. +2 കുറേ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിന്റെ കുറേ സംഭവങ്ങളൊക്കെ ചെയ്തിട്ട് ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് എന്ന ചാപ്റ്ററും നിങ്ങൾക്ക് വലിയൊരു പണി ഉണ്ടാവില്ല. കാരണം അതും നിങ്ങൾ കണ്ടിന്യൂറ്റി, ഡിഫറൻഷ്യബിലിറ്റി ഒക്കെ ചെയ്തിട്ട് ലിമിറ്റ്സ് കുറച്ചും കൂടി നിങ്ങൾ എക്സ്പേർട്ട് ആയിട്ടുണ്ടാവും. സോ അതുകൊണ്ട് ആ രീതിയിലായിരിക്കണം എന്നില്ല നിങ്ങൾ ഇവിടെ +2 ഉള്ളൊരു കുട്ടി +1 സാധനം റിവൈസ് ചെയ്തിട്ട് ഇംപ്രൂവ് ചെയ്യുമ്പോൾ ഇതാക്കുന്നത്. നിങ്ങൾ ബാക്കിയുള്ള ചാപ്റ്റേഴ്സിനായിരിക്കും ചിലപ്പോൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത്. സോ ഇംപ്രൂവ്മെന്റ് എക്സാമിന് വേറെ തന്നെ ഒരു സ്ട്രാറ്റജി എന്തായാലും വേണ്ടി വരും. ചിലപ്പോൾ ഒരു നല്ലൊരു സ്റ്റഡി പ്ലാൻ ഒക്കെ ആക്കിയിട്ട് ഇംപ്രൂവ്മെന്റ് എക്സാമിനെ നിങ്ങൾ സമീപിക്കേണ്ടി വരും. സോ ഇംപ്രൂവ്മെന്റ് എക്സാം റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ക്ലാസ് വേണോ, അതോ സ്റ്റഡി പ്ലാൻ വേണോ, എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇതിൻ്റെ താഴത്തൊന്ന് കമൻറ്റ് ചെയ്തു. എത്ര പേര് ഇംപ്രൂവ്മെന്റ് എക്സാം എഴുതുന്നുണ്ട്? സോ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്ക് അതിനനുസരിച്ചിട്ട് എന്താ നോക്കാം. ഇംപ്രൂവ്മെന്റ് എക്സാമിന് വേണ്ടിയിട്ട് PWക്ക് എന്താ ചെയ്യാൻ വേണ്ടി പറ്റുക എന്നുള്ളതൊക്കെ നോക്കാം. പിന്നെ ഇംപ്രൂവ്മെന്റ് എക്സാം എത്രത്തോളം ഡിഫിക്കൽട്ട് ആയിരിക്കും എന്നുള്ളത് നോക്ക്. +1ന്റെ കൂടെ ഇത് നടന്ന വർഷങ്ങളുണ്ടല്ലോ. അപ്പോൾ അത് വലിയ പ്രശ്നമില്ല. കാരണം +1ലെ കുട്ടികൾ എഴുതുന്ന അതേ ലെവലിൽ പേപ്പർ തന്നെയാണ് ഉണ്ടാവുക. അപ്പോൾ അത്ര ഡിഫിക്കൽട്ട് ആവാറില്ല. ബട്ട് അല്ലാത്ത പക്ഷം ഇതിപ്പോൾ ഇങ്ങനെ ഇപ്പം നിങ്ങൾ എഴുതുന്ന പോലത്തെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ എക്സാമും ഇംപ്രൂവ്മെന്റ് എക്സാമും നിങ്ങൾ HSS ലൈവ് നിന്ന് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ കാണാം, ഒരു പരിധിയിലധികം കുറച്ചും കൂടി ഡിഫിക്കൽട്ട് ആയിട്ടാണ് പൊതുവേ ഇത് ഉണ്ടാവാറ്. 11ന്റെ കൂടെ നടക്കുന്ന ആ ഇംപ്രൂവ്മെന്റ് അല്ല കേട്ടോ ഞാൻ പറയണത്. വേറെ തന്നെ ഇപ്പോൾ ഒക്ടോബറിൽ നടക്കുന്ന പോലെ, അങ്ങനെ മാർച്ചിൽ നടക്കുന്നതല്ല, ഒക്ടോബറിൽ നടക്കുന്ന പോലെ ഇതേപോലെ വരുമ്പോൾ അത് ഒരു കുറച്ചും കൂടി ഡിഫിക്കൽട്ട് ആവും. നിങ്ങൾ 11th എഴുതിയതിനേക്കാൾ കുറച്ചും കൂടി ഒരു ഡിഫിക്കൽട്ട് പേപ്പർ നിങ്ങൾ ഇംപ്രൂവ്മെന്റ് എക്സാമിന് വേണ്ടിയിട്ട് പ്രതീക്ഷിക്കണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞല്ലോ, എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ താഴത്ത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ റെസ്പോൺസ് അനുസരിച്ചിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.